ഇഫ് യു ഡു സംതിങ് ദാറ്റ് യു ആർ പാഷനേറ്റ് അബൌട്ട് യു വിൽ നെവർ ബി വർക്കിംഗ് എന്ന് നമ്മൾ പറയും. നമ്മൾ ജോലി പാഷനാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യേണ്ടി വരില്ല എന്ന് പറയും. നമ്മുടെ ഓഡിയൻസ് ഈ കാണുന്നവർക്ക് കുറേ ജോലി സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. സാർ റെക്കമെൻഡ് ചെയ്യുമോ? അപ്പോൾ അവർക്ക് നല്ല പാഷൻ ഉണ്ടെങ്കിൽ ഈസ് ഇറ്റ് ടു ഡേഞ്ചറസ് ടു ഡു ദാറ്റ്, ലൈക്ക് അവരുടെ ജോലി നിർത്തിയിട്ടൊരു സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, ഓർ ഈസ് ഇറ്റ് ലൈക്ക് വർത്ത് ഷോ? അത് നിങ്ങളുടെ പാഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം പാഷൻ ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എല്ലാവരും പറയുന്ന പോലെ ഞാനും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇഫ് യു ഡു സംതിങ് ദാറ്റ് യു ആർ പാഷനേറ്റ് അബൌട്ട് യു വിൽ നെവർ ബി വർക്കിംഗ് എന്ന് നമ്മൾ പറയും. നമ്മൾ ജോലി പാഷനാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യേണ്ടി വരില്ല എന്ന് പറയും. ഇപ്പം ഞാനിപ്പം എൻ്റെ സ്റ്റുഡിയോയിൽ പോയിരുന്നിട്ട് എത്ര നേരം ജോലി ചെയ്താലും എനിക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ ടയർഡ്നെസ് തോന്നാറില്ല, മെൻ്റൽ എക്സോഷൻ തോന്നാറില്ല. അത് ബിക്കോസ് ഐ എൻജോയ് സംതിങ് ആൻഡ് ഐ എം ഡൂയിങ് ദാറ്റ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഒരേപോലെ ചിന്താഗതിയുള്ള ഒന്ന് രണ്ട് പേര് ഒന്നിച്ചാണ് ഈ പ്രസ്ഥാനം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ സ്ഥിരം ഓഫീസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ അവിടുത്തെ ടയർഡ്നെസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒന്നും വേണ്ടി വരുന്നില്ല. അതുപോലെ നമുക്ക് വേറൊരർത്ഥത്തിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പ്രൊഡ്യൂസ് ചെയ്ത സാധനം നമ്മൾ അടുത്ത ആഴ്ച ഇടുന്നു, അത് ആൾക്കാർ കാണുന്നു, നമുക്കത് മനസ്സിലാവുന്നു, അതിൻ്റെ പൈസ നമുക്ക് അടുത്ത മാസം കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ഭയങ്കര കൃത്യമായിട്ടുള്ള സൈക്കിള്. മറ്റൊന്ന് വെച്ചാൽ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് ഇഷ്ടംപോലെ വ്യൂ കിട്ടുന്നു, ഇതിൻ്റെ പൈസ എവിടെ പോകണമെന്ന് ആർക്കും അറിഞ്ഞൂടാ, എനിക്കതിൻ്റെ ഗുണമൊന്നും കിട്ടുന്നില്ല. പിന്നീട് ഇതിൻ്റെ നേരിട്ടുള്ള വേറൊരു തരത്തിൽ ഇപ്പം പ്രേക്ഷകരോട് നേരിട്ട് ബ്രാൻഡായിട്ട് നമുക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും. അത് ചാനലിൻ്റെ ഒരു അംബ്രലയുടെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ല. അപ്പം എൻ്റെ സ്വന്തം ബ്രാൻഡ് ഒന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ടുകൂടിയാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്നത്.